ഞാൻ തൊഴിലെത്തി കസ്റ്റമേഴ്സ് കാവന്നൂർ. നമ്മളിന്ന് കാണിക്കുന്നൊരു BS4 500cc ക്ലാസിക്കാണ് കേട്ടോ. അതിൻ്റെ ജസ്റ്റ് ഒരു ചെറിയ റിവ്യൂ തരികയാണ് നിങ്ങൾക്ക്. യൂസ്ഡ് റിവ്യൂ ആണ്. 36,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അപ്പോൾ ഓക്സിജൻ സെൻസറിന് ചെറിയ വിഷയമുണ്ട്, അതുകൊണ്ട് തന്നെ MILAയിട്ട് തെളിഞ്ഞിരിക്കുകയാണ്. കംപ്ലൈൻറ്റ് ഓക്സിജൻ സെൻസർ മാറ്റിയിട്ടില്ല. എക്സോസ്റ്റ് സൈലൻസർ മാറ്റിയിട്ടുള്ളതാണ്. ഓപ്പൺ സൈലൻസറാണ് കേട്ടോ. ഓപ്പൺ അല്ല, ഗ്ലാസ് ഫുൾ സൈലൻസറാണ്. ഞാൻ തൊട്ട് മുന്നേ തണ്ടർബേർഡിൻ്റെ ഒരു 500ൻ്റെ ഒരു റിവ്യൂ ഇട്ടിരുന്നു. തണ്ടർബേർഡ് VS തണ്ടർബേർഡ് 350 എന്ന വീഡിയോ. BSP ആണ് ഇതിൻ്റെ പവർ വരുന്നത് കേട്ടോ. 500cc 27 BSP ആണ് പവർ വരുന്നത്. അപ്പം പെർഫോമൻസിൻ്റെ കാര്യത്തിൽ കുഴപ്പമില്ല, നല്ല പെർഫോമൻസ് തന്നെയാണ്. 500cc 27 BSP എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ 45 BSP ഒക്കെ പവറുള്ള വണ്ടികളുണ്ടാവും. 27 BSP ഒന്നുമായി തോന്നില്ല എങ്കിലും, പക്ഷേ ക്ലാസിക് കാറ്റഗറിയിൽ ഏതൊരു വണ്ടി വെച്ച് നോക്കുകയാണെങ്കിൽ അടിപൊളി പെർഫോമൻസാണ് വണ്ടി. അതായത് ഓവർടേക്കിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വണ്ടി എന്ന് പറയാം. ഇപ്പോൾ ടോർക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ലോ ആൻഡ് ടോർക്കാണ് ചെയ്തിട്ട് കാണിച്ചു തരാം. സെയിം 10.5 കിലോഗ്രാം വെയിറ്റ് വരുന്ന ക്രാങ്കാണ് ഇതിനുള്ളിലുള്ളത്. BS4ലേക്ക് വരുമ്പോൾ ECM കുറച്ച് ചെറുതാക്കിയിട്ടുണ്ട്. ആദ്യത്തെ ECM കുറച്ച് ക്വാളിറ്റി ഉള്ളതായിരുന്നു ഫസ്റ്റ് വന്നുള്ളതൊക്കെ. ഇപ്പോഴത്തെ എങ്ങനെയെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ഇതുവരെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ അതുമാതിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള പാർട്ട് ഇതിൻ്റെ പറഞ്ഞാൽ സെൽഫ് മോട്ടറാണ്. ഡെൻസോൻ്റെ മോട്ടർ വരുന്നതുകൊണ്ട് തന്നെ 14 സംതിങ് വരെ വരുന്നുണ്ട്. അപ്പോൾ യൂസ്ഡ് മാർക്കറ്റ് വണ്ടി പോയി എടുക്കുന്ന സമയത്ത് ഈ ഒരു മോട്ടറിൻ്റെ കാര്യങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുക. അതേമാതിരി ഫ്യൂൽ പമ്പിൻ്റെ വിഷയങ്ങളും മിസ്സിങ്ങോ കാര്യമോ വല്ലതും ഉണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കുക. പിന്നെ BS3 പോകുന്ന സമയത്ത് 500 ഏറ്റവും എക്സ്പെൻസീവ് പാർട്സ് ഒന്ന് ഫ്യൂൽ പമ്പും ഒന്ന് മോട്ടറുമാണ് കേട്ടോ. അതായത് പിന്നെ സെൽഫ് മോട്ടറുമാണ് ഏറ്റവും വില വരുന്ന പാർട്ട്. അപ്പോൾ തണ്ടർബേർഡ് 500 ഇതൊരു 500 നമ്മൾ ഓടിക്കുന്ന സമയത്ത് ഇതൊരു ക്ലാസിക് എന്ന നിലക്ക് എന്താ പറയുക, ഷോർട്ട് റൈഡിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു വണ്ടി എന്നാൽ 500 ക്ലാസിക്കിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. ഷോർട്ട് റൈഡ് എന്ന് പറഞ്ഞാൽ പറ്റ ഒരു GT സ്റ്റൈലൊന്നും അല്ല കേട്ടോ, ഒരു കഫേ റേസർ സ്റ്റൈൽ കാറ്റഗറി ഒന്നും അല്ല. എന്നാലും അത്യാവശ്യം ലോങ്ങിന് ഉപയോഗിക്കാം. എന്നാലും പക്ക തണ്ടർബേർഡ് ഒരു കമ്പയർ ചെയ്യുമ്പം എനിക്ക് ഇതൊരു പിന്നെ 500cc ആ ഒരു ക്രൂസിങ് ലോങ് റൈഡിന് പറ്റിയ വണ്ടി എന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല. അത് ക്ലാസിക്കൽ പെർഫോമൻസിലൊക്കെ എഞ്ചിൻ കയറ്റി വെച്ച് എങ്ങനെ ഉണ്ടാവുമോ അതാണിത്. ഒരു 7 BSPയിലടുത്ത് മാത്രം മാറ്റം വരുന്നു. അതായത് കുറച്ചിന് വെയിറ്റിനും വണ്ടിൻ്റെ ഓവറോൾ വെയിറ്റിനും ചെറിയ ഡിഫറൻറ്റ് ഉണ്ടാവും. മൈലേജ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എനിക്ക് തോന്നുന്നു 25 to 30 മാത്രം പ്രതീക്ഷിച്ചാൽ മതി. എൻ്റെ താഴോട്ടാവാനാണ് ഇപ്പോൾ സാധ്യത. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ E20 പെട്രോൾ വന്നതുകൊണ്ട് തന്നെ മൈലേജ് നല്ല രീതിയിൽ ഒരു 10-15% മാറ്റങ്ങൾ മൈലേജിന് സംഭവിക്കാവുന്നതാണ്. അപ്പോൾ നിലവിലെ വണ്ടിക്ക് തന്നെ മൈലേജ് കുറഞ്ഞു എന്ന് കാർ ഷോപ്പിലേക്ക് കൊണ്ടുപോയി സർവീസും മറ്റും കാര്യങ്ങൾ ചെയ്യുന്നത് ആ ഒരു സത്യങ്ങൾ മനസ്സിലാക്കുക. കുറച്ച് മൈലേജ് കുറഞ്ഞിട്ട് പറഞ്ഞാൽ അതും ഇതൊക്കെ ചെയ്ത് വെറുതെ പൈസ കളയണ്ട. ഈ ഒരു വിഷയമാണ് അവർ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ തീരും. ഞാനിതിൻ്റെ പെർഫോമൻസാണ് നോക്കുന്നത് കേട്ടോ.
ഞാനിപ്പോൾ ഇത് സോളോ റൈഡ് അല്ല ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പില്ലൻ റൈഡ് ഉള്ളത് കൊണ്ട് തന്നെ വണ്ടിക്ക് കുഴപ്പമില്ലാത്ത ഈ 2 റൈഡേഴ്സ് 2 വിളിച്ച് യാത്ര ചെയ്യുമ്പോൾ നല്ല പിക്കപ്പ് വണ്ടി കിട്ടുന്നുണ്ട്. സോളോ റൈഡാകുമ്പോൾ കുറച്ച് പെർഫോമൻസ് ഒക്കെ ഫീൽ ചെയ്യും. cc എടുക്കാൻ താല്പര്യമുള്ളവർ ലോങ് റൈഡിന് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും പോകേണ്ട വണ്ടി തണ്ടർബേർഡാണ് കേട്ടോ. അതൊരു വേറെ വൈബ് തന്നെയാണ്. റൈഡിങ്ങിന് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ് തണ്ടർബേർഡ് 500. അത് കഴിഞ്ഞാൽ നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യാനാണ്. ക്ലാസിക് ആയാലും നല്ല വണ്ടി തന്നെയാണ്. സെയിം പെർഫോമൻസ് ആണ് നമുക്ക് വരുന്നത്. പക്ഷേ അത് മറ്റേതിൻ്റെ കാര്യത്തിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് റൈഡ് ക്വാളിറ്റി വർദ്ധിക്കുന്നുണ്ട്. അതുമാതിരി നമുക്ക് റിലാക്സ് റൈഡിങ് ആണ് തണ്ടർബേർഡും ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇത് കറക്റ്റ് ഒരു ബുള്ളറ്റിൻ്റെ ആ ഒരു ഫീൽ തന്നെ നമുക്ക് കിട്ടുള്ളൂ. കുറച്ചൊരു സ്ട്രെയിൻ ചെയ്യും. കുറച്ച് കൂടുന്ന സമയത്ത് നമുക്ക് വലിയ വണ്ടി പവറുള്ള വണ്ടിയൊക്കെ ശരിക്കും റിലാക്സ് റൈഡിങ് ഇല്ലെങ്കിൽ പെട്ടെന്ന് മടുക്കുന്നുള്ളതാണ് വാസ്തവം. എൻജിൻ്റെ പവർ ശരിക്കും നമ്മളെ ക്ഷീണിതനാക്കും കുറച്ച്. അതായത് റൈഡിങ് പൊസിഷൻ മോശമായി കഴിഞ്ഞാൽ ലോ പവേർഡ് വണ്ടീൻ്റെ മാതിരി അല്ല ഉണ്ടാവുക. cc എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളത് എല്ലാ കാര്യങ്ങളും നല്ലോണം ശ്രദ്ധിക്കണം. സിലിണ്ടറിൻ്റെ വിഷയം നോക്കണം, സ്മോക്ക് ഉണ്ടോ നോക്കണം, അതേമാതിരി ക്രാങ്കിൻ്റെ നോക്കിംഗ് ഉണ്ടോ നോക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വൺ വേ സ്പാർക്ക് ക്ലച്ച് എല്ലാ വണ്ടിക്കും സെയിം ആണെങ്കിലും കൂടെ മോട്ടറിൻ്റെ പ്രശ്നമുണ്ടോ നോക്കണം, ഫ്യൂൽ പമ്പിൻ്റെ വിഷയമുണ്ടോ നോക്കണം. ഈ കാര്യങ്ങളൊക്കെ ഓക്കെയാണ് എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഉപയോഗിക്കാമെന്ന്, ധൈര്യമായിട്ടും നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു വണ്ടിയാണ് 500 cc കേട്ടോ. ഞാൻ ഇതിൻ്റെ ലോ ആൻഡ് ടോർക്ക് നോക്കുകയാണ്. ഇനി സ്ലോ ഡൗൺ ചെയ്യുകയാണ്. സ്റ്റാൻഡേർഡിനൊക്കെ 30-35 പോകുമ്പോൾ ക്ലാസിക്ക് 45-50-55 അതിൻ്റെ ആ ഒരു എൻജിൻ സെറ്റ് ആയതിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ടാവും. അതിൻ്റെ ആ ഒരു ഒഴുക്ക് സ്റ്റാൻഡേർഡിൻ്റെ കാര്യത്തിൽ ക്ലാസിക്കാണ് അങ്ങനെ തന്നെയാണ്. ലോങ് എത്ര കിലോമീറ്റർ ഓടുന്നു അതിനനുസരിച്ച് വണ്ടി സ്മൂത്തായി വരുന്ന കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് ഒന്ന് പറയാൻ തന്നെ 40 സ്പീഡിലാണ് പോകുന്നത്. ഞാൻ പറയാം സ്റ്റാൻഡേർഡിൻ്റെ തന്നെ അത്ര തന്നെ ഉള്ളെങ്കിലും കൂടെ കാരണം ഫ്രണ്ട് പോക്കറ്റ് വരുന്നത് സ്റ്റാൻഡേർഡും ഇതും നമ്മൾ ഡിഫറൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു മാറ്റം നല്ല രീതിയിൽ നമുക്ക് എഫക്റ്റ് ആവും. നല്ല രീതിയിൽ ചെറിയ രീതിയിൽ. അപ്പോൾ ഇത് നമുക്ക് ഒരു 40 പ്രതീക്ഷിക്കാവൂട്ടോ. അതിൻ്റെ ടോർക്ക് ഒരു 40 km/h മാത്രമല്ല അതിൻ്റെ ടോർക്ക് ടോപ്പ് ഗിയറിൽ ഓടുള്ളൂ. ഒരു അത്യാവശ്യം വൃത്തിയില്ല പില്ലൻ റൈഡേഴ്സ്. അപ്പോൾ സിംഗിളാണ് കുറച്ചുകൂടെ ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. നോക്കുക 40 എബോവ് ആണ്. പക്ഷേ 40 നമുക്ക് പ്രതീക്ഷിക്കാം. 40 കിട്ടുന്നുണ്ട്. 500 cc പ്രത്യേകത തന്നെയാണ്. അത്യാവശ്യം പെർഫോമൻസ് നല്ല അത്യാവശ്യം എന്ന് പറയാൻ എനിക്ക് പറ്റുള്ളൂ. കാരണം നമ്മൾ 350 വണ്ടികളെ കാറ്റഗറി വെച്ച് 2021 BSP ആയിട്ട് വരുന്ന വണ്ടി കാറ്റഗറി 27 BSP വരുന്നു. ബാക്കിയുള്ള ഇൻ്റർസെപ്റ്ററിനൊക്കെ മാതിരി 62 cc 45 BSP പവറുള്ള വണ്ടികളെ കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുമല്ല. പക്ഷേ നമുക്ക് റോട്ടിൽ ഓടാനും അത്യാവശ്യം പവർഫുള്ളായിട്ട് പെർഫോം ചെയ്യാനും ഈ ഒരു പവർ തന്നെ ധാരാളമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ഞാൻ പേഴ്സണലി ഒരു 75 BSP ഉള്ള ഒരു വണ്ടിയുടെ ക്രൂസർ വണ്ടി ഓടിക്കുന്ന ഒരാളാണ്. 75 BSP നമുക്ക് അതിൻ്റെ ഒരു ഉപയോഗം അതുണ്ടാവില്ല നമ്മളിപ്പോഴത്തെ റോട്ടിൽ. അപ്പോൾ അതൊന്നും യൂസ്ഫുൾ ആയിട്ടുള്ള പവർ, അതായത് നമുക്ക് പവർ കൂടുതലായിട്ട് ഉണ്ടായിട്ട് കാര്യം നമുക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല റോട്ടിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു പവറിന് നമുക്ക് ഈ ഒരു 500 cc കുറിച്ച് പറയാനുള്ളത് 27 BSP നമുക്ക് അത്യാവശ്യം പവറും പെർഫോമൻസും ഓവർടേക്കിംഗ് എല്ലാം മികവുള്ളൊരു വണ്ടിയാണ്. പിന്നെ ഈ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ 350 cc പോകാൻ കഴിയില്ല. മൈലേജ് മാത്രമേ ഇതിൻ്റെ ഇഷ്യൂ ആയിട്ട് വരുന്നുള്ളൂ. പിന്നെ എപ്പോഴും പറയുന്ന വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക മോട്ടറിൻ്റെ കാര്യം, ക്രാങ്കിൻ്റെ കാര്യം, സിലിണ്ടറിൻ്റെ കാര്യം.
ഒക്കെ നല്ലോണം ശ്രദ്ധിക്കുക കേട്ടോ. മിസ്സിങ്ങിൻ്റെ കാര്യങ്ങളുണ്ടോ എല്ലാം നോക്കിയതിന് ശേഷം മാത്രം വണ്ടി എടുക്കുക 500 cc. പിന്നെ അതിനേക്കാൾ ഉപരിയായി തൊട്ടടുത്ത് തന്നെ ഇത് പ്രോപ്പറായിട്ട് വർക്ക് എടുക്കുന്ന ഒരു മെക്കാനിക്കുകൾ ഉണ്ടെങ്കിൽ ഓക്കെ ആയി, യാതൊരു ടെൻഷനും ഇതിൻ്റെ ആവശ്യമില്ല. അത്രയും നല്ലൊരു വണ്ടിയാണ് 500 cc കാറ്റഗറി വരുന്ന വണ്ടി. അപ്പോൾ അടുത്തൊരു വീഡിയോ കൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.